പക്ഷേ രാജാവ് വീണപ്പോൾ ജനാധിപത്യത്തിന്റെ സ്വരങ്ങൾ സി പി എമ്മിൽ നിന്ന് ഉയരുകയാണ്. അതിനെ വിഭാഗീയതയെന്നും പടലപ്പിണക്കങ്ങളെന്നൊക്കെ പലരും വിലയിരുത്തുന്നുണ്ടെങ്കിലും അത് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിന്റെ സ്വരമല്ലേ ഇപ്പം നമ്മൾ കേൾക്കുന്നത്? ഭിന്ന അഭിപ്രായങ്ങൾ അതാണ് ജനാധിപത്യത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം. അത് കൃത്യമായിട്ടിപ്പോൾ നമ്മൾ ഉയർന്നു കേൾക്കുന്നു എന്ന് പറയുമ്പോൾ സി പി എം ജനാധിപത്യവൽക്കരിക്കപ്പെടുന്നതിൻ്റെ പാതയിലോ എന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് മറിച്ചും പറയാം, സി പി എം പിളരുന്നു, പൊളിയുന്നു, നശിക്കുന്നു, അങ്ങനെയുള്ള അർത്ഥങ്ങളൊക്കെ അതിന് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുവരെ സി പി എം നിലനിർത്തിക്കൊണ്ടുപോകുന്ന സംഘടനാ സംവിധാനങ്ങളെ അട്ടിമറിക്കുന്ന തരത്തിൽ നേതാക്കൾ പരസ്പരം പലതും വിളിച്ചു പറയുന്നു എന്നുള്ളതാണ്. ഒറ്റ വിഷയത്തിൽ ഒരു വിഷയത്തിൽ അവർക്ക് പലർക്കും പല അഭിപ്രായമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ സംവിധാനം അനുസരിച്ച് പാർട്ടിക്കകത്ത് പല അഭിപ്രായങ്ങളും കൊണ്ടുവരാം. ആ അഭിപ്രായങ്ങളെല്ലാം ഉൾപാർട്ടി ചർച്ച എന്ന് പറയുന്ന സംവിധാനത്തിനകത്താണ് നിർവഹിക്കപ്പെടേണ്ടത്. വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് അഭിപ്രായങ്ങൾ അവതരിപ്പിക്കും. പക്ഷേ ആ അഭിപ്രായങ്ങളെല്ലാം ചർച്ച ചെയ്ത് അതിൽ ഒരഭിപ്രായം എന്ത് ചെയ്യും? പാർട്ടി സ്വീകരിക്കും. ആ സ്വീകരിച്ച അഭിപ്രായം പിന്നെ എല്ലാവരും പറയാൻ പാടില്ല. അത് സെൻട്രലൈസ്ഡ് സംവിധാനം, കേന്ദ്രീകൃതമായിട്ടുള്ള ജനാധിപത്യ സംവിധാനം, സെൻട്രലൈസ്ഡ് ഡെമോക്രസി എന്ന് പറയുന്ന സാധനമാണത്. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതുവരെ തുടർന്നു പോന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് കോൺഗ്രസ്സിലെയോ അല്ലെങ്കിൽ ബി ജെ പിയിലെയോ പോലെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ പൊതുവേദികൾ കേൾക്കാത്തത്. ഒരഭിപ്രായം പറയുള്ളൂ. പക്ഷേ ആ അഭിപ്രായത്തിൽ അവരെത്തിച്ചേരുന്നതിന് മുമ്പ് നല്ല രീതിയിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരിക്കണം. വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ അവിടെ വന്നിട്ടുണ്ടാകണം. അപ്പോഴാണ് അതിനെ ഉൾപാർട്ടി ജനാധിപത്യത്തിൻ്റെ ഒരു സംവിധാനം പ്രാവർത്തികമായി നമുക്ക് പറയാൻ പറ്റും. പക്ഷേ സി പി എമ്മിൽ കുറേ കാലമായിട്ട് ഉൾപാർട്ടി ജനാധിപത്യമില്ല, ഒന്നുമില്ല. എല്ലാം ഒരാൾ പറയും, ബാക്കിയുള്ളവരൊക്കെ ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കും. പിണറായിയുടെ വീഴ്ചയിൽ യഥാർത്ഥത്തിൽ പലരും സന്തോഷിക്കുന്നു. പിണറായി വിജയൻ സംസാരിക്കും, മറ്റുള്ളവരും കേൾക്കും. പിണറായി വിജയത്തിൻ്റെ ശബ്ദമാണ് എല്ലാവരും പുറത്ത് കൊണ്ടുവന്നിരുന്നത്. അതുകൊണ്ട് നമ്മളൊക്കെ പലപ്പോഴും പറയും ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് ആയി, എല്ലാ നേതാക്കളും മാറിക്കഴിഞ്ഞു എന്ന് പറഞ്ഞു. നമ്മൾ പെട്ടെന്ന് ഞെട്ടി. ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് ഒന്നുമല്ല, ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളതെല്ലാം ഓരോരുത്തരും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശൈല ടീച്ചർ അവർക്ക് പറ്റുന്ന രീതിയിൽ പറയുന്നു, ശ്രീമതി ടീച്ചർ അവർക്ക് പറ്റുന്ന രീതിയിൽ പറയുന്നു, ഇ പി ജയരാജൻ അയാളുടേതായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ പറയുന്നു, പിണറായിക്ക് പഴയ കാലത്തുണ്ടായിരുന്ന പോലെ വീണ്ടും പറയുന്നു, ഗോവിന്ദനും അതിനനുസരിച്ച് പിണറായി പറയുന്നത് തന്നെ പറയാനായിട്ട് കേൾക്കുന്നു. ഒരു സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിൻ്റെ, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് സി പി എം എന്ന് പറഞ്ഞു. ഇന്ത്യയിൽ അവലംബിക്കേണ്ടതായിട്ടുള്ള നയപ്രഖ്യാപനം നടത്തുന്നത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി അല്ല, ശരിക്കും പറഞ്ഞാൽ അഖിലേന്ത്യാ സെക്രട്ടറിയാണ് ചെയ്യുന്നത്. സംസ്ഥാനത്തുള്ള നയങ്ങളൊക്കെ സംസ്ഥാന സെക്രട്ടറിക്ക് പറയാം. പക്ഷേ ഒരു ജില്ലാ കമ്മിറ്റി സെക്രട്ടറി അത് പറയുന്നതിൽ ഒരു കഥയുമില്ല എന്നോ കെ രാജേഷ് എന്തിനെങ്കിലും സംസാരിച്ചു. സി പി എമ്മിൻ്റെ അഭിപ്രായമാണത്. സി പി എമ്മിൻ്റെ അഭിപ്രായം പറയാൻ ഇയാൾ ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഈ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്നു വന്നത്. സംസ്ഥാന നേതൃയോഗം ചേരാനിരിക്കുകയാണ്. പ്രധാന സ്ഥാനങ്ങളിൽ നിന്ന് പഴയ ആളുകളൊക്കെ മാറണം, പിണറായിയും ഗോവിന്ദനും മാറണം എന്ന സൂചനയാണല്ലോ ഇത് നൽകുന്നത്. അതെ, അങ്ങനെയൊക്കെ സംസാരിക്കാം. പക്ഷേ സാധാരണ രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സംഘടനാ സംവിധാനം അനുസരിച്ച് അങ്ങനെ തെരഞ്ഞെടുപ്പിൽ തോറ്റതിൻ്റെ പേരിൽ പാർട്ടി നേതാക്കളൊന്നും മാറേണ്ടതില്ല. തെരഞ്ഞെടുപ്പിൽ തോറ്റെന്ന് പറഞ്ഞത് പാർട്ടി നേതാവിൻ്റെ വിജയമല്ല, അല്ലെങ്കിൽ പരാജയമല്ല. തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതും തോൽക്കുന്നു. തോറ്റാൽ തോൽവിയല്ല, വിജയിച്ചാൽ വിജയവുമല്ല. കാരണം പാർട്ടിയുടെ നേതൃത്വം എന്ന് പറയുന്നത് കൂട്ടു നേതൃത്വം എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത്. കൂട്ടു നേതൃത്വം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ഒരുമിച്ച് തീരുമാനമെടുത്ത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു തീരുമാനത്തിലെത്തി ആ തീരുമാനം നടപ്പിലാക്കുന്ന പ്രക്രിയയാണ്. എന്നാൽ നോക്കൂ, കഴിഞ്ഞ കുറേ കാലമായിട്ട് കേരളത്തിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കേരളത്തിൽ 25 വർഷമായി കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്ന ഒരു നക്ഷത്രമായി ആര് നിൽക്കുകയാണ്? പിണറായി വിജയൻ നിൽക്കുകയാണ്. 3 ടേം പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം, 2 ടേം സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. ഈ അഞ്ച് ടേമുകളും എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ 15, 10, 25 വർഷം
അദ്ദേഹം യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ സ്വാധീനിച്ചു നിൽക്കുന്ന വ്യക്തിയായിരുന്നു. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉണ്ട് എന്ന് അദ്ദേഹം കരുതുകയും എന്നാൽ അത്രയില്ല എന്ന് മറ്റുള്ളവർ കരുതുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുന്നത്. ഇപ്പോൾ പിണറായി വിജയനെതിരെ സംസാരിക്കാൻ ആളുകളുണ്ട്. എന്താണ് അങ്ങനെ സംസാരിക്കാൻ ആളുണ്ടാകുന്നത്? പിണറായി ദുർബലനാണ് എന്ന് തീരുമാനിക്കപ്പെടും. ദുർബലനാണ് എന്ന് തീരുമാനിക്കപ്പെട്ട ഒരു മുഹൂർത്തം എന്ന് പറയുന്നത് KN ബാലഗോപാലിന്റെ പ്രതികരണമായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? ആ അവിടെ തന്നെ കൃത്യമായിട്ട് വ്യക്തമായി പിണറായി ദുർബലനായി എന്നുള്ളത്. എല്ലാവരും അതങ്ങനെ തന്നെയാണ് ചോദിച്ചത്. പിണറായിയോട് അങ്ങനെ പറയാൻ പാടുണ്ടോ? ഏതെങ്കിലും ഒരു നേതാവിനെ അങ്ങനെ പറയാൻ പാടുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ കേട്ടു. പിണറായി ദുർബലനാണ് എന്നുള്ളതിന് ഡിവൈഎഫ്ഐയുടെ ജില്ലാ സമ്മേളനത്തിൽ അതിരൂക്ഷമായിട്ടുള്ള വിമർശനമാണ് CPM നേതൃത്വത്തിനെതിരെ ഉയർന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതോടൊപ്പം തന്നെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ഇവരുടെയൊക്കെ ഭാഷയും ശൈലിയും വലിയ തിരിച്ചടികൾ ഉണ്ടാക്കി എന്നുള്ളതാണ്. പിണറായി വിജയന്റെ ധാർഷ്ട്യവും ഗോവിന്ദന്റെ ശൈലിയും അതൊട്ടും ചേരുന്ന രീതിയിലായിരുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സൈദ്ധാന്തികൻ എന്ന നിലയിൽ പ്രവർത്തിക്കേണ്ട പോലെയല്ല MV ഗോവിന്ദൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചതും പെരുമാറുന്നതും സംസാരിക്കുന്നതൊന്നും എന്ന വിലയിരുത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പാർട്ടി ജനാധിപത്യ സംവിധാനത്തിനകത്ത് പ്രവർത്തിക്കുമ്പോൾ ആ പാർട്ടിക്ക് എങ്ങനെയാണ് അംഗീകാരം കിട്ടുന്നത്? അംഗീകാരം കിട്ടുന്നത് ജനങ്ങളുടെ ഇഷ്ടം കൊണ്ടും ജനങ്ങളുടെ സ്നേഹം കൊണ്ടും. ജനങ്ങളുടെ ഇഷ്ടവും ജനങ്ങളുടെ സ്നേഹവും വരണമെങ്കിൽ എന്ത് വേണം? ജനങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയുന്ന, ബഹുമാനിക്കാൻ കഴിയുന്ന നേതൃത്വം അതിനുണ്ടാവും. എന്നുവെച്ചാൽ ആ നേതൃത്വത്തിൻ്റെ പ്രത്യേകത എന്താണ്? അവർ ആ പ്രസ്ഥാനത്തിൻ്റെ ഫ്ലാഗ് ചുമക്കുന്നവരാണ്. നമ്മളെ എന്താണ് ശരിക്കും പറഞ്ഞ അംബാസഡേഴ്സ് എന്ന് പറയും. അങ്ങനെയുള്ള ആളുകളുടെ പിന്നിൽ നിൽക്കാൻ മാത്രമാണ് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് താല്പര്യം ഉണ്ടാവുള്ളൂ. പിണറായി വിജയൻ എന്താണ് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് കേരളത്തിൽ ചെയ്തിട്ടുണ്ട്? നല്ല അഭിപ്രായങ്ങൾ എന്തെങ്കിലും അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല. ഇന്നും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാധ്യമപ്രവർത്തകർ കോലുമായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അദ്ദേഹം അവരോട് ചോദിക്കുന്നത്, നിങ്ങളെന്തിനെ എൻ്റെ മുമ്പിൽ ഇങ്ങനെ വടിയെടുത്ത് നിൽക്കുന്നത്? എനിക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം. അത് ചിരിച്ചുകൊണ്ടൊക്കെ പറയാണെന്ന് പറഞ്ഞതിനിടയിൽ അവർക്കത് സ്വീകാര്യമോ? ദേഷ്യപ്പെട്ടുകൊണ്ട് ക്ഷോഭിച്ചുകൊണ്ടാണ് ആദ്യം അങ്ങനെ ചോദിക്കും. എന്തിന്? നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ഇങ്ങനെയൊക്കെ ക്ഷോഭം പ്രകടിപ്പിക്കാം. പുറത്തിറങ്ങി ജനങ്ങളുടെ മുമ്പിൽ നിങ്ങളിങ്ങനെ ക്ഷോഭിക്കുന്നതിന് എന്താ കാര്യം? നിങ്ങൾ പൊതുപ്രവർത്തനാണെങ്കിൽ അങ്ങനെ ക്ഷോഭിക്കാൻ നിങ്ങളെ അനുവദിക്കുന്നില്ല എന്നുള്ള. ഇത് പിണറായി വിജയന് മാത്രം പ്രശ്നമല്ല. നമ്മൾ ഈ രാഷ്ട്രീയ നേതൃത്വത്തിൽ എല്ലാ പാർട്ടികളിലായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. യവന്മാരൊന്നും ശരിയല്ല. ഇവനൊക്കെ അഹങ്കാരിയാണ്. അധികാരത്തിൽ ഇരിക്കുകയാണെന്ന് വെച്ചാൽ അവൻ അഹങ്കാരം കാണിക്കും. സംസാരിക്കുന്നവരോട് മോശമായിട്ട് സംസാരിക്കും, അല്ലെങ്കിൽ മുഖം തിരിച്ചാണ്. ഒരിക്കലും ശരിയായ സമീപനങ്ങളല്ല എന്ന് പൊതുസമൂഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പൊതുസമൂഹത്തെ താല്പര്യപൂർവ്വം സ്വീകരിക്കുന്ന നേതാക്കളെയാണ് പൊതുസമൂഹത്തിന് ഇഷ്ടമുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കുകയും പാർട്ടി നേതൃത്വത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ആ ബോധ്യപ്പെടുത്തലിൻ്റെ ഒരു ഭാഗമാണ് DFIയുടെ സമ്മേളനങ്ങളിൽ നിന്നൊക്കെ അവർ പറയുന്നത്, ഇവരൊക്കെ മാറ്റ്, ഇവർക്ക് ബുദ്ധിയില്ല, ഇവർക്ക് നേരത്തെ പറഞ്ഞ പോലെ ഗ്രേസ് ഇല്ല. ഗ്രേസ് സമൂഹത്തിന് മുന്നിൽ പ്രസാദാത്മകമായിട്ടുള്ള രീതിയിലുള്ള മുഖമില്ല ഇവർക്കൊന്നും. ജനാധിപത്യത്തിൻ്റെ വിഭാഗീയ സ്വരങ്ങൾ തിരിച്ചു വരാനായിട്ട് അനിവാര്യമല്ലേ? അതായത് വിഭാഗീയത CPMന് അനിവാര്യതയില്ലേ? വിഭാഗീയതയും അതേപോലെ തന്നെ ജനാധിപത്യവും രണ്ടാണ്. വിഭാഗീയത എന്ന് പറയുന്നത് ഒരു നേതാവിനെതിരെ മറ്റൊരു നേതാവ് ആളുകളെ, അണികളെ ഒരുമിപ്പിച്ച് ചേർത്ത് ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന പരിപാടിയും വിഭാഗീയത. അങ്ങനെ വരുമ്പോൾ അത് പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിൽ തന്നെ വലിയ തകരാറുകൾ സൃഷ്ടിക്കും. ജനാധിപത്യം അങ്ങനെയല്ലല്ലോ. ജനാധിപത്യം വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്ന ഒരു പ്രക്രിയയാണ്. ആ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾക്കുള്ള സാധ്യത നമ്മൾ സൃഷ്ടിച്ചു കൊടുത്താൽ ഒരു ജനാധിപത്യ സംവിധാനത്തിലേക്ക് ഏതൊരു പ്രസ്ഥാനത്തെയും കൊണ്ടുവരാൻ കഴിയും. നിലവിൽ നടക്കുന്നത് ജനാധിപത്യമാണോ വിഭാഗീയതയാണോ? ജനാധിപത്യമല്ല, അത് വിഭാഗീയതയാണ് എന്നേ നമുക്ക് തോന്നുകയുള്ളൂ. കാരണം കണ്ണൂരിൽ വളരെ ശക്തമായിട്ട് 2 ലോബികളായിട്ട് പാർട്ടി തിരിയാണ്. അതിലൊരുന്നിൽ MV ഗോവിന്ദനും പിണറായി വിജയനും ഉണ്ട്.
പിന്നെ ജില്ലാ സെക്രട്ടറി കെ രാഗേഷുണ്ട്. ബാക്കിയുള്ളവരൊക്കെ വിമത സ്വരത്തിൽ സംസാരിക്കുന്ന ആളുകൾ. വിമത സ്വരത്തിൽ സംസാരിക്കുക എന്ന് പറഞ്ഞതിനിടയിൽ അവരുടെ സംഭാഷണങ്ങൾക്കൊക്കെ ഒരു റബൽ ടച്ച് ഉണ്ട്. ശ്രീമതി ടീച്ചർ, ശൈല ടീച്ചർ, ജയരാജന്മാരൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് ശരിക്കും. 3 ജയരാജന്മാരെ കാര്യത്തിൽ ജയരാജൻ പറഞ്ഞത് എന്താണ്? പാർട്ടി വിട്ടുപോയവർക്ക് തിരുത്തുകയാണെങ്കിൽ തിരിച്ചു വരാമെന്ന് പറഞ്ഞു. എം വി ഗോവിന്ദൻ അതിന് വിരുദ്ധമായിട്ട് കുലംകുത്തികൾ അല്ലെങ്കിൽ വർഗവഞ്ചകർ എന്നും വർഗവഞ്ചകരാണെന്ന നിലയിലാണ് അദ്ദേഹം അതിനോട്. അതെ, അവരിനി തിരിച്ചു വരേണ്ടതില്ല. വിമതരെല്ലാം പാർട്ടി വിരുദ്ധരാണോ എന്ന ചോദ്യമാണ് യഥാർത്ഥത്തിൽ പാർട്ടിക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വിമതർ പാർട്ടി വിരുദ്ധരാണോ? അതിനുത്തരം വിമതരെല്ലാം പാർട്ടി വിരുദ്ധരല്ല എന്നാണ്. പയ്യന്നൂരിൽ എന്താ സംഭവിച്ചത്? രക്തസാക്ഷി ഫണ്ട് ദുർവിനിയോഗം ചെയ്ത നേതാവിനെതിരെ ജനങ്ങൾ തിരിഞ്ഞു. മസൂനെതിരെ തിരിഞ്ഞു. മസൂനൻ 19,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് കഴിഞ്ഞ തവണ പയ്യന്നൂരിൽ ജയിച്ചു. ഇത്തവണ അതേ മധുസൂദനെ പാർട്ടിയുടെ സഹാക്കൾ എതിർത്തിട്ട് പോലും സ്ഥാനാർത്ഥിയാക്കി. അവിടെ CPM വലിയ തെറ്റുപറ്റി. LDF അല്ലാതെ മറ്റാരുണ്ട് എന്നത് വലിയൊരു തെറ്റായിരുന്നു. അത് ഒരു ആപ്തമായ മുദ്രാവാക്യം അല്ലായിരുന്നു എന്ന് പി രാജീവ് പറയുകയുണ്ടായി. പി രാജീവ് ഇനി തന്നെ വല്ല അംഗീകാരമുണ്ട് ആളുകളുടെ ഇടയിൽ. എന്താണ് പി രാജീവൊക്കെ വിചാരിച്ചിരിക്കുന്നത്? ജനങ്ങളുമായിട്ട് നല്ല ബന്ധം പുലർത്തിയാൽ, ജനങ്ങളുടെ മുന്നിൽ സത്യസന്ധമായിട്ടുള്ള രീതിയിൽ പ്രവർത്തനം നടത്തിയാൽ ജനങ്ങളവരെ തിരഞ്ഞെടുക്കും. ഈ വലിയ ബഹളമൊക്കെ ഉണ്ടായിട്ട് പോലും മണലൂരിൽ നിന്ന് സി രവീന്ദ്രനാഥ് ജയിച്ചില്ലേ? പുള്ളി സൈക്കിളിൽ സഞ്ചരിക്കുന്ന ഒരാളാണ്, പ്രൊഫസറാണ്. അപ്പം കേവലം എന്തൊരു വോട്ടിനാണ് ജയിച്ചത്? വളരെ കുറച്ച് വോട്ടിന്, 126 വോട്ടിന്. 126 വോട്ടിന് എന്നുള്ളതല്ല പ്രശ്നം. UDF അതിശക്തമായിട്ട് കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ച സമയത്ത് പോലും കോൺഗ്രസിൻ്റെ ഒരു വലിയ നേതാവിനെ തോൽപ്പിച്ച് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയാണ് അദ്ദേഹം. പ്രതാപന്റെ പ്രതാപം തകർത്തു അല്ലേ? അതെ. ഇവിടെ ഞാൻ ചോദിക്കുന്നത്, കളമശ്ശേരി കഴിഞ്ഞ തവണ ജയിച്ച് മന്ത്രിയായ പി രാജീവൻ എന്താ സംഭവിച്ചത്? പി രാജീവിനെ ജനങ്ങൾ തോൽപ്പിച്ചു. അതെന്തുകൊണ്ടെന്ന് അന്വേഷിക്കണ്ടേ? ഇവിടെ LDF അല്ലാതെ മറ്റാരെ ഉണ്ട് എന്ന് പറയുന്ന ചോദ്യം അല്ല പ്രശ്നം. എല്ലാ സ്ഥലത്തും ഇവരെന്താ ചെയ്തത്? ഒരു പോസ്റ്റർ വെച്ചു. ആ പോസ്റ്ററിൽ ആര് മാത്രമേ ഉണ്ടായുള്ളൂ? പിണറായി വിജയൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരും ഉണ്ടായിരുന്നില്ല. അത് കണ്ടാൽ ആളുകൾ ഭ്രാന്ത് പിടിക്കില്ലേ? ഇയാളെങ്ങനെ കെട്ടെഴുന്നള്ളിച്ച് നടക്കണം എന്തിനാണ് എന്നല്ലേ ആളുകൾ ചോദിക്കുകയുള്ളൂ. അത് ആളുകൾ ചോദിച്ചു. പാർട്ടിക്കാരല്ലോ വോട്ട് ചെയ്യുന്നത്. ഇപ്പം അയ്യരെ വിഴിഞ്ഞം പോർട്ട് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് അയ്യരെ മാറ്റിയപ്പോൾ അതിൽ ശ്രീമതി ടീച്ചർ പറഞ്ഞത് സ്വാഭാവികമായിട്ടുള്ളൊരു നടപടിയാണ്, പുതിയ സർക്കാർ വരുമ്പോൾ മാറ്റാം എന്നുള്ളതാണ്. സമാനമായ രീതിയിലുള്ള പ്രതികരണമാണ് ശൈലജ ടീച്ചറും നടത്തിയിരിക്കുന്നത്. അപ്പം ഇത്തരത്തിൽ ഭിന്നാഭിപ്രായങ്ങൾ വരുമ്പോഴാണ് മാഷിപ്പോൾ പറഞ്ഞ പോലുള്ള അത് വിഭാഗീയതയുടെ നീക്കമാണ് എന്നുള്ള തോന്നലുണ്ടാവുന്നത്. കാരണം ഇവരൊക്കെ വരുന്നത് കണ്ണൂരിൽ നിന്നാണ്. അപ്പോൾ പിണറായിയെ വെട്ടിമാറ്റി പുതിയൊരു നേതൃത്വം കണ്ണൂരിൽ രൂപപ്പെടുന്നു എന്നുള്ളതാണ്. പാർട്ടി ശക്തിപ്പെടണമെങ്കിൽ ഈ വിഭാഗീയത ആവശ്യമല്ലേ? വിഭാഗീയത ഉണ്ടെങ്കിൽ മാത്രമാണ് പാർട്ടി ശക്തിപ്പെടുകയുള്ളൂ. വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം പറയുന്ന വിഭാഗീയതയുമായിട്ട് വ്യത്യാസം. വിഭാഗീയത എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നേതാവിന് ചുറ്റുമായിട്ട് അനേകം ചെറു നേതാക്കളെ, ചെറു കൂട്ടങ്ങളെ നിർമ്മിക്കുന്ന ഒരു പ്രക്രിയയാണ് വിഭാഗീയത എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ അതൊരു എന്താണ്, നേതാവിനെ ചുറ്റിപ്പറ്റി രൂപം കൊള്ളുന്ന ഒരു ഉപജാപക സംഘം എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. അതാണ് വിഭാഗീയത. എന്നിട്ട് ആ ഉപജാപക സംഘം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അധികാരം പിടിച്ചെടുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള കരുക്കൾ നിൽക്കുകയും അധികാരം പിടിച്ചെടുക്കുകയും ചെയ്യും. അല്ല, ഒരിക്കലും മാറാതെ അള്ളിപ്പിടിച്ചിരിക്കുന്ന ഒന്നിനെ പറിച്ചു മാറ്റുക എന്ന് പറയുന്നത് മാത്രമാണ് ഇനി ഏക വഴി. അതുകൊണ്ട് മറ്റു പല നേതാക്കളും ഒന്നിക്കുകയാണോ? CPM എങ്ങനെ തിരിച്ചു വരും? അതാണല്ലോ ചോദിച്ചത്. അതിന് പിണറായി വിജയനെയും എം വി ഗോവിന്ദനെയും മാത്രം മാറ്റിയിട്ട് കാര്യമില്ല. അവരെ മാറ്റുന്നത് നല്ലതാണ്. കാരണം അവർ കാര്യക്ഷമമല്ല ഈ സംവിധാനത്തിന് അകത്ത് എന്ന് മനസ്സിലാക്കപ്പെടുമ്പോൾ അവരെ മാറ്റാം. അവരെ മാറ്റിയുകൊണ്ട് CPM രക്ഷപ്പെടുക ഇല്ല. എന്താ കാരണം? CPM എന്ന് പറയുന്നത്
അതിൻ്റെ ഒരു സംഘടനാ സംവിധാനം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ സംവിധാനമാണ്. ആ സംഘടനാ സംവിധാനമാണ് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സംഘടനാ സംവിധാനം എന്ന് പറയുന്നത്. അതിങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാവും. ആ കമ്മിറ്റി കൂടി തീരുമാനങ്ങളെടുക്കും. തീരുമാനങ്ങൾ എല്ലാവരും കൂടി എടുക്കുന്നതാണ്. വ്യത്യസ്തമായിട്ടുള്ള പല അഭിപ്രായങ്ങളൊക്കെ അവിടെ ഉയർന്നു വരാം. എന്നാൽ അവസാനം ഒരു അഭിപ്രായം സ്വീകരിക്കപ്പെട്ടാൽ ആ അഭിപ്രായത്തിന് വേണ്ടി എല്ലാവരും അടിയുറച്ചു നിൽക്കണം, ഒറ്റക്കെട്ടായി നിൽക്കണം. ആ സംഘടനാ സംവിധാനമാണ് വെല്ലുവിളിക്കപ്പെടുന്നത്. ഇപ്പോൾ ആ സംഘടനാ സംവിധാനം വെല്ലുവിളിക്കപ്പെടുന്നത് നല്ലതാണെന്ന് നമ്മൾ പറയും. എങ്ങനെ? ആ സംഘടനാ സംവിധാനം ഒരു വ്യക്തിയുടെ താല്പര്യത്തിന് അനുസരിച്ച് ദുരുപയോഗം ചെയ്താൽ ഇവിടെ നിലവിൽ ഒരു വ്യക്തിയുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് രൂപപ്പെടുത്തിയതും പ്രവർത്തിച്ചതുമാണല്ലോ ആ സംഘടനാ സംവിധാനം. അതെ, അത് പൊളിക്കുക എന്ന് പറയുന്നത് ആദ്യത്തെ ജോലിയാണ് ശരിക്കും പറഞ്ഞാൽ. അതാണ് നടക്കുന്നത്. അത് ശരിയായ രീതിയിൽ നടന്നില്ലെങ്കിൽ ആ പൊളിക്കൽ എന്ന് പറയുന്നത് സംഘടനയെ പൊളിച്ചെടുക്കലായി മാറും. ശരിയായ രീതിയിൽ നടന്നാൽ മാത്രമാണ് പ്രത്യയശാസ്ത്രപരമായിട്ട് കുറച്ചുപേർ ഒരുമിച്ച് ചേർന്ന് നിന്ന് ജനാധിപത്യപരമായ രീതിയിൽ തീരുമാനങ്ങളെടുത്ത് നടപ്പിലാക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് സംഘടനയെ കൊണ്ടുപോകാൻ പറ്റും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിന് പല പരിമിതികളുണ്ട് എന്ന് മുൻപ് തന്നെ പല നേതാക്കളും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ഇറ്റലിയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായിരുന്ന അന്റോണിയോ ഗ്രാംഷി. മറ്റൊരു നേതാവ് ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവായിരുന്ന മാവോ സേതുങ്. മാവോ സേതുങ് പാർട്ടിക്കകത്ത് രൂപപ്പെട്ടു വന്ന സ്വേച്ഛാധിപത്യ സംവിധാനങ്ങൾക്കെതിരെ പോരാട്ടം നടത്താൻ വേണ്ടിയിട്ടാണ് പുതിയ തരത്തിലുള്ള സമരമുറ അവിടെ കൊണ്ടുവന്നത് അല്ലേ? ആ സമരമുറയുടെ പ്രത്യേകത എന്തായിരുന്നു? സാംസ്കാരിക വിപ്ലവം എന്നായിരുന്നു അതിൻ്റെ പേര്. ആ സാംസ്കാരിക വിപ്ലവ കാലത്ത് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഹെഡ് ക്വാർട്ടേഴ്സ് ബോംബ് ചെയ്യണം, പാർട്ടിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ബോംബ് ചെയ്ത് തകർക്കണം എന്ന് പറഞ്ഞു. കാരണം എല്ലാ അധീശത്വ രാഷ്ട്രീയത്തിൻ്റെയും ഏകാധിപത്യത്തിൻ്റെയും സ്വേച്ഛാധിപത്യത്തിൻ്റെയും പ്രതീകങ്ങളായിരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം അതിനെ അടിച്ചു പൊളിച്ച് തകർത്തുകളയെന്ന് പറയാം. ഇപ്പം കേരളത്തിൽ എന്താണ് ആവശ്യം അതിന്? ഇപ്പം പാർട്ടിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ബോംബിട്ട് തകർക്കുകയാണെന്നാണോ പറയുന്നത്? അതിനുള്ള ശ്രമങ്ങൾ പലരും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഒരു സംഘടിത സ്വഭാവമില്ലാത്ത, ആസൂത്രിത സ്വഭാവമില്ലാത്ത തരത്തിൽ ബോംബിടുന്ന പ്രക്രിയയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് കാത്തിരുന്ന് കാണാം. ഒരു കാര്യം ചോദിക്കാം, ഇപ്പം നടക്കുന്നത് ജനാധിപത്യമാണോ വിഭാഗീയതയാണോ? ജനാധിപത്യമാണ് വിഭാഗീയതയാണ് എന്ന് ചോദിച്ചാൽ അതിന് ഉള്ള ഉത്തരം അത് ജനാധിപത്യമാണ്, അതോടൊപ്പം തന്നെ വിഭാഗീയവുമാണ് എന്നാണ്. ജനാധിപത്യപരമായ ഒരു വിഭാഗീയത. എന്താണ് കാരണം? വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാനുള്ള വേദിയായി ഇത് മാറുമ്പോൾ അത് ജനാധിപത്യപരമാണ്. എന്നാൽ ആ അഭിപ്രായ പ്രകടനങ്ങൾ ചേരിതിരിവിന് വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടുമ്പോൾ അത് വിഭാഗീയതയായിട്ട് മാറിത്തീരുന്നു. ഇതാണ് ഇപ്പോൾ ഇതിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.